എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലൂഫി അവൻ തിരികെ എത്തിയിരിക്കുകയാണ്. ലൂഫിയുടെ തിരിച്ചുവരവ് കണ്ട് ഇവാന് പോലും ഭയങ്കരമായിട്ട് അത്ഭുതമാവും. വാവ്, ദിസ് ഇസ് ആൻ മെഡിക്കൽ മിറാക്കിൾ. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചുരുങ്ങിയത് 2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആവേണ്ട ഈ ഒരു പ്രോസസ്സ് അത് വെറും 20 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതുവരെ ആരും ആ വാർഡന്റെ പോയിസണിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞ് അവനിപ്പോ ലൂഫിയെ പുകഴ്ത്തി തള്ളും. അത് കേട്ട് ബാക്കിയുള്ളവരും ഇപ്പൊ ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് ചേറിയാണ്. ലൂഫിക്കാണെങ്കിലും അവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവൻ അങ്ങനെ ടേൺ ചെയ്ത് ഡാൻസറിനെ നോക്കും. മുഖം മുഴുവൻ സന്തോഷവും ചാരിതാർത്ഥ്യവും അഭിമാനവും സങ്കടവും ഒക്കെ ആയിട്ട് അവനങ്ങനെ ലൂഫിയെ തന്നെ നോക്കുകയാണ്. ലൂഫി, മൈ ഫ്രണ്ട്, നീ തിരികെ വന്നല്ലോ എന്ന് പറഞ്ഞവൻ കൈനീട്ടും. അടുത്ത സെക്കൻഡ് അവൻ ഒട്ടും വയ്യാതെ താഴേക്ക് വീഴും. ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് ടെൻഷനാവും. അവൻ ഓടി വന്ന് അവനെ താങ്ങിയെടുത്ത് മടിയിലിരുത്തും. ഡാൻസർ, നിനക്ക് എന്താ പറ്റിയേ? കണ്ണു തുറക്ക്, നീ ഓക്കെ അല്ലേ ചോദിക്കും. ഉടനെ ഇവാൻ സിമ്പിൾ ആയിട്ട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ ഓക്കെയാണ്, അവന് ആവശ്യമുള്ളത് ഞാൻ കൊടുത്തോളും. ഒരു കാര്യം നീ മറക്കാൻ പാടില്ല ലൂഫി, നിനക്ക് എത്രയും പെട്ടെന്ന് ഹീലാവാൻ കാരണക്കാരൻ ഞാനല്ല, ഇവനാണ്. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തില് അവനാണ് നിന്റെ പേര് വിളിച്ച് നിന്നെ ഇത്രയും ബൂസ്റ്റ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത്. ലൂഫി ആണെങ്കിൽ അതൊക്കെ കേട്ട് അങ്ങനെ സാഡായിട്ട് നിൽക്കുകയാണ്. അവൻ ഒരു സെക്കൻഡ് ആ ഡാൻസർ അവന് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ ഇതൊന്നൊന്നായിട്ട് അങ്ങനെ ഓർത്തെടുക്കാനായിട്ട് ആരംഭിക്കും. മാത്രമല്ല അവൻ ബുദ്ധിപരമായി ആ വാർഡനുമായിട്ട് ഫൈറ്റ് ചെയ്യാതിരുന്ന് അതിനുശേഷം ലൂഫിയെ എഫക്റ്റീവായിട്ട് അവിടുന്ന് രക്ഷപ്പെടുത്തി ഇവിടേക്ക് എത്തിച്ചത്. അങ്ങനെ അവന്റെ ഓരോരോ മൂവ്മെന്റ്സും ഓരോരോ കാര്യങ്ങളും എല്ലാം തന്നെ അവൻ ഓർക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവനെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് നോക്കി നിൽക്കും. ഉടനെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ലേഡി, അവളാണെങ്കിൽ ലൂഫിയുടെ പഴയ തൊപ്പി, അവന്റെ ഡ്രസ്സ് എന്നിങ്ങനെയെല്ലാം അവനെ തിരികെ ഏൽപ്പിക്കുകയാണ്. ലൂഫി ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോകണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു 5 സ്റ്റെപ്പ് അവൻ മുൻപോട്ടേക്ക് എടുത്തു വെക്കും. അടുത്ത നിമിഷം അവൻ അങ്ങനെ തളർന്ന് താഴേക്ക് വീഴാണ്. ലൂഫി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കും. ഉടനെ ഇവാൻ പറയും, നീ രക്ഷപ്പെട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നീ തീർച്ചയായിട്ടും നിന്റെ ബ്രദറിനെ രക്ഷിക്കാൻ പോകുമെന്ന്. നീ ഇപ്പോൾ ഉള്ളത് 5th-നും 6th-നും ഇടയിലുള്ള ഭാഗത്താണ്. നിന്റെ കയ്യിലുള്ള വിബ്രൂ കാർഡ് അത് നിന്നെ തീർച്ചയായിട്ടും നിന്റെ ബ്രദറിന്റെ അടുത്തേക്ക് എത്തിക്കും. നിന്റെ ബ്രദർ ഉള്ളത് 6th ലെവലിലാണ്. അതെല്ലാം കേട്ട് ഇപ്പൊ ലൂഫി അവൻ ഡാൻസർ ബോൺഗ്ലയെ ആ ഇവാന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. ഇവൻ ആവശ്യമായിട്ടുള്ളതൊക്കെ നിങ്ങൾ കൊടുക്കണം. ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ഇവനും എന്റെ കൂടെ തന്നെ ഇവിടേക്ക് വന്നത്. അത് കേട്ട് ഇവാൻ അവൻ പൊട്ടിച്ചിരിക്കും. എനിക്ക് ആക്ച്വലി പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നീ കണ്ടില്ലേ, ഞങ്ങൾ എല്ലാവരും സർവ്വസുഖത്തോടും സൗകര്യത്തോടും ഫ്രീഡത്തോടും കൂടെ ഇവിടെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബോസ് ഉണ്ട്, റെവല്യൂഷണറി ഡ്രാഗൺ. അത് മറ്റാരുമല്ല, ലൂഫി, നിന്റെ പപ്പ. അദ്ദേഹം എന്നാണോ വാർ സ്റ്റാർട്ട് ചെയ്യുക അന്നായിരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് വരിക. നീ ഡ്രാഗന്റെ മകനാണെന്ന് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. എനിക്ക് നിന്നോട് ഭയങ്കര റെസ്പെക്ട് ആണെന്ന് പറഞ്ഞ് ഇവാനും അവന്റെ സംഘവും അവരാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ കാൽക്കല് വീഴും. ഇവാനാണെങ്കിൽ ആദ്യം ലൂഫിയെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഡൗട്ട് തോന്നിയിരുന്നു. ഇപ്പോ 90% ഉറപ്പാണ് ഡ്രാഗന്റെ എല്ലാ പവറും കഴിവും ഒക്കെ ലൂഫിയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവന്റെ ബോഡിയിൽ ആ ഹീലിംഗ് പ്രോസസ്സ് പോലും കംപ്ലീറ്റ് ആയത്. അവൻ ലൂഫിയോട് നീ ഇപ്പൊ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കും. ലൂഫി സിമ്പിൾ ആയിട്ട് ഈസ്റ്റ് ബ്ലോവിൽ നിന്ന് പറയും. അത് കേൾക്കേണ്ട താമസം 100% ലൂഫി അവൻ ഡ്രാഗന്റെ തന്നെ മകനാണെന്ന് ഉറപ്പിച്ച് ഇപ്പൊ ലൂഫിയെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും അവൻ തയ്യാറാവും. അസിസ്റ്റൻസ്, ആ എയ്സിനെ അവൻ എപ്പോഴാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്നറിയോ? അസിസ്റ്റൻസ് പറയും, ഇപ്പൊ തന്നെ അവനെ കൊണ്ടുപോവാൻ ആ മിലിറ്ററി സോൾജേഴ്സ് തയ്യാറായി കഴിഞ്ഞു. ഉടനെ ഇവാൻ അവൻ അസിസ്റ്റൻസിനോട് തയ്യാറാവും പറയും. അതിനുശേഷം അവർ ലൂഫിയുടെ കൂടെ എയ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടേക്ക് പോവാൻ റെഡിയായിട്ട് നിൽക്കും. പക്ഷെ അവന്റെ സോൾജേഴ്സിൽ ചിലർക്കാണെങ്കിൽ ആ ഒരു തീരുമാനത്തോട് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ലെവൽ 6 അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ജീവനോടുകൂടെ തിരികെ വരാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് പരസ്പരം മറുമുറയും. ഉടനെ ഇവാൻ അവൻ ടെൻഷനാവും. നിർത്തടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങളുടെ ധൈര്യമുള്ളവർക്ക് മാത്രം എന്നെ അനുഗമിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എയ്സിനെ രക്ഷപ്പെടുത്താം. ഉടനെ ഒരു വലിയ ടീം അവനോടൊപ്പം പോകാൻ തയ്യാറാവും. കുറച്ച് ആൾക്കാരെ അവൻ അവിടെ തന്നെ നിർത്തുകയും ചെയ്യും. ലൂഫി എയ്സിന്റെ പേരൊക്കെ വിളിച്ച് വീണ്ടും തലചുറ്റി താഴെ വീഴാണ്. അതുകൊണ്ട് ഇവാനും ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ BP ചെക്ക് ചെയ്യും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവൻ നോർമലാണ്. പക്ഷെ അവന് എനർജിയുടെ കുറവുണ്ട്. കുഴപ്പമില്ല, അവൻ എനർജി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് ഇപ്പൊ അവന്റെ ബോഡിയിലേക്ക് അവൻ അങ്ങനെ എനർജി
ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ലൂഫി ആണെങ്കിൽ ഫുൾ പവറിൽ ചാടി എഴുന്നേക്കും. ലൂഫിയുടെ ഇപ്പോഴത്തെ പവറും എനർജിയൊക്കെ കണ്ട് ബാക്കിയുള്ളവർ സന്തോഷിക്കും. പക്ഷെ ഇവാന് മാത്രം അതിൽ അത്ര വലിയ സന്തോഷമൊന്നുമില്ല. കാരണം ഇതുപോലെ ആർട്ടിഫിഷ്യലായി അവന്റെ ബോഡിയിലേക്ക് എനർജി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ സൈഡ് എഫക്റ്റും ലൂഫി അനുഭവിക്കേണ്ടി വരും. അതേസമയം നമ്മുടെ വൈസ് വാർഡൻ ആളാണെങ്കിൽ ഇപ്പൊ മെയിൻ വാർഡന്റെ സീറ്റില് അങ്ങനെ ഹായായിട്ട് കയറിയിരിക്കും. അതിനുശേഷം നമ്മുടെ ആൾക്കാർ എവിടെയാണ്, അവരെങ്ങനെ പിടിക്കാം എന്ന് കാര്യമായിട്ട് ആലോചിക്കും. അപ്പോഴായിരിക്കും സോൾജിയേഴ്സ് അവർ ടെൻഷനായിട്ട് പറയും, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിക്കും ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും വാർഡന്റെ ചെയറിൽ വൈസ് വാർഡൻ ഇരിക്കാൻ പാടില്ല. ഇത് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റ് അതെന്നേക്കുമായിട്ട് തെറിക്കും. അത് കേട്ട് അവൻ അങ്ങനെ ഷോക്കായിട്ട് ചാടി എഴുന്നേക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നമ്പർ 3യും പക്കിയും അവരാണെങ്കിൽ ഇപ്പോഴും ഓരോരോ ലെവലിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവരവിടെ മുഴുവൻ ചുറ്റി നടന്ന് ഇപ്പോൾ ഒരു സ്റ്റെയർ കണ്ടെത്തും. അതവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലെവൽ 3യിലേക്ക് പോവേണ്ട ഒരു സ്റ്റെയർ ആണെന്ന്. അവർ ചുറ്റും നോക്കും, അവിടെ ഗാർഡ്സോ സെക്യൂരിറ്റീസോ അങ്ങനെ ആരുമില്ല. ഇതാണ് പറ്റിയ അവസരം. നമുക്ക് ഈ ഗ്യാപ്പില് ഈ സ്റ്റെയർ വഴി ലെവൽ 3യിലെത്താം. അറ്റ് ലാസ്റ്റ് നമുക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞ് അവരിപ്പോ ആ സ്റ്റെയറിനടുത്തേക്ക് എത്തും. അപ്പൊ തൊട്ടു മുകളിലായിട്ട് ഒരു ട്രാൻസ്പോർട്ടർ സ്നെയില് അതവര് കാണും. രണ്ടുപേരും ഇപ്പൊ ഓടിപ്പോയി ഒരു മൂലയ്ക്ക് ഒളിച്ചിരിക്കും. ബഗ്ഗി പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ആ ക്യാമറയിൽ നമ്മൾ പെട്ടുപോയ ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടത് അതൊക്കെ വെറുതെ ആവും. അവരിപ്പോ ആ സ്നെയിലിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും. അതിടത്തേക്ക് മാറുമ്പോ അവര് അതിന്റെ പിന്നാലെ ഓടി വേറൊരു ഭാഗത്ത് ഒളിച്ചിരിക്കും. അങ്ങനെ ഓടി ഓടി നമ്മുടെ പ്രാന്ത ടീംസ് അവരെങ്ങനെയൊക്കെയോ ആ സ്റ്റെയർ കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫോഗ് അവർക്ക് അടുത്തേക്ക് അടിക്കുകയാണ്. ഇത് എവിടുന്നാണ് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ വാർഡന്റെ ആ പോയിസൺ ഗ്യാസ് ആണ് ഇപ്പൊ പുറത്തേക്ക് റിലീസ് ആവുന്നത്. ഓ മൈ ഗോഡ്, ഇതാണ് അവന്റെ പോയിസൺ ഗ്യാസ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവരുടെ മൂക്ക് അത് നല്ല ഫോഴ്സിൽ അടച്ചു പിടിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടും പറഞ്ഞ് അവർ പരസ്പരം നോക്കുമ്പോഴായിരിക്കും ആ ഒരു ട്രാൻസ്പോർട്ടർ സ്നെയില് അത് ആ പോയിസൺ ഗ്യാസ് ശ്വസിച്ച് അങ്ങനെ തകർന്ന് താഴേക്ക് വീഴുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ചുന്ദരി മാനേജർ അവൾ ഒരുപാട് നേരം ആ ബാത്റൂമിൽ തട്ടി വാർഡൻ ഇപ്പോ പുറത്തേക്ക് വരികയാണ്. വാർഡൻ പറയും, ഐ എം സോറി, ആക്ച്വലി എന്റെ വയറ് തീരെ ശരിയല്ല, ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും നേരം ഞാൻ ബാത്റൂമിൽ സ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നടക്കുമ്പോഴായിരിക്കും വീണ്ടും വയറ്റിൽ നിന്ന് ഭയാനകമായ ശബ്ദമൊക്കെ കേൾക്കുക. ആളിപ്പോ 100-110 ബാത്റൂമിലേക്ക് ഓടും. മാനേജറിനാണെങ്കിൽ ഇപ്പൊ അവളുടെ കൺട്രോൾ പോവും. കട്ട് ചെയ്ത ആ പ്രിസൺ പുറത്ത് വൈസ് അഡ്മിറലിനെ കാണിക്കും. ആളാണെങ്കിൽ ആളുടെ സോൾജിയേഴ്സിനെ ഒക്കെ സെറ്റ് ചെയ്ത് ഇതിനെ കൊണ്ടുപോകാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. കപ്പലുകളൊക്കെ ഓൾറെഡി സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ലൂഫിയും ഇവാനും അവന്റെ ടീമും അവരെല്ലാവരും ഫുൾ പവറിൽ ഇപ്പോ എയ്സിനെ അന്വേഷിച്ച് ലെവൽ 6ലേക്ക് ഓടും. അവിടെയാണെങ്കിൽ ഒരു സെക്യൂരിറ്റീസ് പോലും ഇല്ല. അതൊരു വലിയ ആശ്വാസമായി കണ്ട് മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും അവിടെ ഉണ്ടായിരുന്ന വോൾഫുകള് അവറ്റകൾ മുഴുവൻ ഇപ്പൊ അവരെ റൗണ്ട് ചെയ്യും. പക്ഷെ നമ്മുടെ ചെക്കൻ ഇപ്പോ ഭയങ്കര എനർജിയാണ്. അവൻ ഒറ്റയ്ക്ക് 2 മിനിറ്റ് കൊണ്ട് അവറ്റകളെ മുഴുവൻ തല്ലിക്കൊല്ലും. പിന്നെ ഒന്നും നോക്കില്ല, 6th ലെവലിലേക്ക് പോകുന്ന ആ ഗേറ്റ് അത് ഓപ്പൺ ചെയ്ത് അതുവഴി ഓടുകയാണ്. അപ്പൊ ലോങ് ഷോട്ടില് ഒരു സ്നെയില് അതിൽ നമ്മുടെ ആൾക്കാരുടെ ഫേസ് അത് കറക്റ്റ് ആയിട്ട് പതിയും. സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. കാരണം വർഷങ്ങൾക്ക് മുൻപ് ജയിലിൽ വെച്ച് കാണാതായ ഇവാൻ അവനിപ്പോ ഒരു കുഴപ്പമില്ലാതെ ലൂഫിയുടെ കൂടെ ഓടുന്നു. മാത്രമല്ല വാർഡന്റെ പോയിസൺ അറ്റാക്കിൽ പെട്ട് മരണത്തോട് മല്ലടിച്ച ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് തലയൊക്കെ ചൊറിഞ്ഞിരിക്കുകയാണ്. ആ ടൈമില് ഹാനിയബാൽ അവിടേക്ക് വരും. ലൂഫിയെ കണ്ട് അവനും ഡബിൾ ഷോക്കാവും. ഹാനിയബാൽ ആണെങ്കിൽ ലെവൽ 6ലുള്ള സോൾജിയേഴ്സിനോട് അവരോട് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും പറയും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇതൊന്നും അറിയാതെ മുൻപോട്ടേക്ക് കുതിച്ചു പായും. അപ്പോഴായിരിക്കും ഒരു കൂട്ടം സോൾജിയേഴ്സ് അവരുടെ തൊട്ട് മുൻപിലേക്ക് വരിക. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ 6th ലെവല് കാണിക്കും. അവിടെയാണെങ്കിൽ വാർഡനും ടീമും ഇപ്പൊ എയ്സിനെ കൊണ്ടുപോവാൻ എത്തിക്കഴിഞ്ഞു. ഉടനെ എയ്സ് ആണെങ്കിൽ ഇപ്പൊ വാർഡനെ നോക്കി ഫുൾ കലിപ്പില് അങ്ങനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.